നമസ്കാരം. ലൂസിഫറിൻ്റെ മൂന്നാം ഭാഗമുണ്ടോ എന്ന് ചോദിച്ചാൽ മൂന്നാം ഭാഗം ഇല്ല. അതിൻ്റെ അണിയറക്കാർ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നെങ്കിലും മൂന്നാം ഭാഗത്തിനുള്ള സാധ്യത വളരെ വളരെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് മൂന്നാം ഭാഗം ഇല്ല എന്നുള്ളതാണ് ചോദ്യം. തിരക്കഥാകൃത്ത് മുരളി ഗോപിയോട് അന്വേഷിച്ച മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം റെഡിയാണ്, മൂന്നാം ഭാഗത്തിൻ്റെ തിരക്കഥയും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ റെഡിയാണ്. പക്ഷേ അതിന് ഒരു പച്ചക്കൊടി കാണിക്കേണ്ടത് അതിൻ്റെ നിർമ്മാതാവാണ്, ശ്രീ ആൻ്റണി പെരുമ്പാവൂർ. അദ്ദേഹത്തിന് ഒരു മൗനമാണ്. അതുപോലെ തന്നെ സംവിധായകൻ പൃഥ്വിരാജ്, അദ്ദേഹമാണ് അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയേണ്ടത്. അവിടെയും മൗനമാണ്. അപ്പോൾ നമ്മൾ പ്രേക്ഷകരും അല്ലെങ്കിൽ ഇത് കാണുവാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വേറെ കാര്യം. ഒരു പ്രഖ്യാപിച്ച സിനിമയുടെ മൂന്നാം ഭാഗം എന്നുള്ള നിലയിലാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും. എന്തുകൊണ്ടില്ല? എമ്പുരാൻ എന്ന സിനിമ സൃഷ്ടിച്ച പ്രകമ്പനങ്ങൾ, അതിൻ്റെ പ്രതീക്ഷകൾ, ആ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞ് ഉണ്ടായ വിശേഷങ്ങൾ, ഇതൊക്കെ തന്നെയാണ് മൂന്നാം ഭാഗം നിറം മങ്ങിപ്പോകുവാനുള്ള കാരണം. ലൂസിഫർ എന്ന സിനിമ ഏതാണ്ട് 50 കോടിക്കകത്ത് നിർമ്മാണ ചെലവ് വന്ന ഒരു മലയാള സിനിമ. മലയാള സിനിമയുടെ ചരിത്രത്തിലെ വലിയ ഹിറ്റ് സിനിമയായി മാറുകയും പണം വാരുന്ന ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തുകയും ഒക്കെ ചെയ്ത ഒരു സിനിമയായിരുന്നു. ആ സിനിമ മോഹൻലാൽ എന്ന നടന് കിട്ടിയ ഒരു റേഞ്ച്, ഒരു ദേശാന്തര തലത്തിൽ ഉണ്ടായ ഒരു വേറൊരു ലെവലിലേക്ക് ആ താരത്തിനെ എടുത്തുയർത്തിയ സിനിമയാണ്. ഇതിനെല്ലാം പുറമെ അതിൻ്റെ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് പൃഥ്വിരാജ് അദ്ദേഹം നേടിയെടുത്ത ഒരു വലിയ ഒരു ലെവലിലേക്ക് ആ സംവിധായകൻ മാറുകയായിരുന്നു. അദ്ദേഹത്തെ വെച്ച് അദ്ദേഹം സംവിധാനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന ഓഫറുകൾ ഷാരൂഖ് ഖാൻ മുതൽ രജനികാന്ത് വരെയുള്ള വലിയ ഇന്ത്യൻ സൂപ്പർ താരങ്ങൾ വരെ പൃഥ്വിരാജിന് ഓഫർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ലൂസിഫർ കണ്ടതിന് ശേഷം. പക്ഷേ എമ്പുരാൻ എന്ന സിനിമ സംഭവിച്ചതിന് ശേഷം ഇതെല്ലാം കുത്തനെ താഴെ പോയി. ആ സിനിമ സാമൂഹികമായും രാഷ്ട്രീയമായും ഉണ്ടാക്കിയ വിവാദങ്ങൾ ഒരു വശത്ത്, അതിന് മോഹൻലാലും അതിൻ്റെ നിർമ്മാതാവായ ആൻ്റണി പെരുമ്പാവൂറും നൽകിയ മറുപടി വേറൊരു ഭാഗത്ത്. എന്തുകൊണ്ട് ഈ വിവാദങ്ങൾ, പൃഥ്വിരാജിന് ആ വിവാദങ്ങളോടുണ്ടായ സമീപനം, ഇതൊക്കെ ഒരു വൈരുദ്ധ്യങ്ങളായി തന്നെ നിലനിൽക്കുകയാണ്. അതൊന്നും സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടില്ല. ഗുജറാത്ത് കലാപത്തിൻ്റെ സംബന്ധിച്ച ഒരു ബാക്ക് സ്റ്റോറി ഇതിലെ ഒരു കഥാപാത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോൾ അതൊരു വലിയൊരു വിവാദമായി കേരളത്തിൽ വളർന്നു. എന്നാൽ കേരളത്തിന് പുറത്തേക്കോ നോർത്ത് ഇന്ത്യയിലേക്കോ ഒന്നും ആ വിവാദം കത്തിപ്പടർന്നില്ല. ഇതിൻ്റെ അണിയറക്കാർ വിശ്വസിക്കുന്നത് ഇത് കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വിവാദമെന്നാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്നത്, ഇതിനകത്ത് ഈ ചിത്രത്തിൻ്റെ ടാങ്ക്സ് കാർഡിൽ സുരേഷ് ഗോപിക്ക് ടാങ്ക്സ് കൊടുക്കുന്ന ഒരു ടാങ്ക്സ് കാർഡ് ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി തന്നെ അതിൻ്റെ നിർമ്മാതാവിനോട് അഭ്യർത്ഥിച്ചു, എൻ്റെ ആ ടാങ്ക്സ് കാർഡ് ആ ചിത്രത്തിൽ നിന്ന് പിൻവലിക്കണം. അപ്പോൾ ഈ വിവാദം ഇവിടുന്നാണ് ഉണ്ടായത്. ഡൽഹിയിലോ ബോംബെയിലോ ഗുജറാത്തിലോ ഒന്നും ഈ സിനിമയെ സംബന്ധിച്ചൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രീയ BJP കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നോ കുത്തിപ്പൊക്കി വിട്ടൊരു വിവാദമായി വളരുകയായിരുന്നു. അതിനെ നേരിടുന്നതിൽ ഇതിൻ്റെ അണിയറക്കാർ പരാജയപ്പെട്ടു. സംവിധായകനായാലും അതിൻ്റെ നിർമ്മാതാവായാലും അവരതിനെ വേണ്ടവണ്ണം അത് കൈകാര്യം ചെയ്യാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ പറ്റിയില്ല. ഇത് സെൻസർ ചെയ്തത് എവിടെയാണ്? ആ സെൻസർ ചെയ്തതിന് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത സിനിമ പിന്നിങ്ങനെ വിവാദത്തിലേക്ക് വന്നു. പക്ഷേ ഒന്ന് ചെയ്തു, ആൻ്റണിയും അതിൻ്റെ നിർമ്മാതാവായ ആൻ്റണി ഈ സിനിമയിൽ എന്തെങ്കിലും വിവാദമായ പരാമർശമോ ആരെങ്കിലും വേദനിപ്പിക്കുന്ന സംഭവങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ട് അത് നീക്കം ചെയ്തുകൊള്ളാനുള്ള അനുമതി കൊടുത്തു. മോഹൻലാലും അതിന് സമ്മതം കൊടുത്തു. കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഈ സിനിമ പൂർണ്ണമായും മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂറും ഇന്നേ വരെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ടില്ല, പൂർണ്ണമായി ഈ സിനിമ കണ്ടിട്ടില്ല.
ഡബ് ചെയ്യുകയും മറ്റു കാര്യങ്ങളും അങ്ങനെ പൂർണ്ണമായ രൂപത്തിൽ ഈ സിനിമ അവരിതുവരെ കണ്ടിട്ടില്ല എന്നാണ് അവർ സത്യസന്ധമായി നമ്മളോട് വെളിപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ വിവാദങ്ങളെ അമർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന് മറുപടി നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അണിയറക്കാർക്കുണ്ട്, സംവിധായകരുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉണ്ടായ പോരായ്മകളും പിന്നെ ഇതിൻ്റെ കോസ്റ്റ്, ഇത് റഷ്യയിലും ലണ്ടനിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ വളരെയേറെ നീണ്ട ഷെഡ്യൂളുകളിൽ ചിത്രീകരിച്ച സിനിമയാണ്. എന്നാൽ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് ആയാസകരമായ ചിത്രീകരണമാണെങ്കിൽ പോലും കേരളത്തിൽ തന്നെ ചിത്രീകരിച്ച് മാറിയ ഒരു സിനിമയാണ്. മോഹൻലാൽ മുണ്ട് മാടിക്കെട്ടി മോഹൻലാലിൻ്റെ ഒരു തനത് ശൈലിയിൽ മീശ പിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മലയാള സിനിമയുടെ ഒരു വേറെ ഒരു ലെവലിൽ ജീവസുറ്റതായി മോഹൻലാലിനെ ആരാധകർ കാണുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു ലൂസിഫർ. പക്ഷെ ഇതിലെ അബ്രാം ഖുറൈഷി എന്ന് പറഞ്ഞ അധോലോക നായകൻ, ഇതിൻ്റെ അവസാന ഘട്ടമാണ്, ഈ ലൂസിഫർ കാറ്റഗറിയിലെ അവസാന ഘട്ടമാണ് നമ്മൾ ഈ എമ്പുരാനിൽ കണ്ടത്. ലോകത്തെ വലിയ അധോലോക സംഘങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു രാജാവായിട്ട് മോഹൻലാൽ മാറുകയും അതിന് തക്കതായ സ്ഥലത്ത് അത് ഷൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതിന് കോടികൾ, അതിൻ്റെ ഷെഡ്യൂളുകളും ചെറിയ മാറ്റങ്ങൾ വന്നാൽ പോലും അതിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, ഇതൊക്കെ ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ വെറും സാധാരണ നിലയിൽ നിന്ന് വളർന്നു വന്ന ആന്റണി പെരുമ്പാവൂരിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ ഒരു സിനിമ നിർമ്മിക്കാനായി അതിന് തയ്യാറാകുമ്പോൾ, അതിന് വാക്ക് നൽകുമ്പോൾ ആ സിനിമ പൂർത്തിയാക്കുക എന്നുള്ളൊരു വലിയൊരു വെല്ലുവിളി ഏറ്റെടുക്കുന്നതിൽ ആന്റണി പെരുമ്പാവൂർ കാണിച്ചിട്ടുള്ള ഒരു 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 ഇതുവരെ കാണിച്ചിട്ടുള്ള ഒരു അദ്ദേഹം വിശ്വാസ്യത, അത് അദ്ദേഹം ആ സിനിമയിൽ പൂർത്തീകരിച്ചു. പിന്നെ ഈ സിനിമ വിവാദങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടും അതിന് ചില മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ സെൻസറിങ് കാര്യങ്ങളുടെയും ഭാഗങ്ങൾ കളയുന്നതിന് മുമ്പും ജനം മുഴുവൻ കാണാൻ എരച്ചു കയറിയത് കൊണ്ടും ഇതൊരു വലിയൊരു കളക്ഷൻ റെക്കോർഡിലേക്ക് വരികയും ചെയ്തു. എങ്കിലും ഇതൊരു സാമ്പത്തികമായി ഒരു വലിയ നിലയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടം നേടുകയോ ഒക്കെ ഒരു 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 സുപ്രസിദ്ധി നേടുകയോ ചെയ്ത സിനിമ ആയിരുന്നില്ല. മോഹൻലാലിനെ ലൂസിഫറിൽ കണ്ട സ്റ്റീവൻ നെടുമ്പള്ളിയെ ആണോ ഇഷ്ടം, അതോ പിന്നെ അബ്രാം ഖുറേഷിയാണോ ഇഷ്ടമെന്ന് പ്രേക്ഷകരോട് ചോദിച്ചാൽ അവർ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയും സ്റ്റീവൻ നെടുമ്പള്ളിയുടെ ആ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു. അങ്ങനത്തെ ഒരുപാട് സീക്വൻസുകൾ ആ സിനിമയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനി മൂന്നാം ഭാഗം എന്ന് പറയുന്നത് ഈ അബ്രാം ഖുറേഷി ആകുന്നതിന് മുമ്പ് സ്റ്റീവൻ നെടുമ്പള്ളി ബോംബെ അധോലോകത്തെ വിറപ്പിച്ച ഒരു കാലഘട്ടം ആണ് ചിത്രീകരിക്കേണ്ടിയിരിക്കുന്നത്. അത് വളരെ രസകരമായ ഒരു എപ്പിസോഡാണ്. പക്ഷേ അതിന് ഇനിയും ഇതിന് പച്ചക്കൊടി കാണിക്കേണ്ടത് അതിൻ്റെ നിർമ്മാതാവാണ്. പക്ഷേ അദ്ദേഹം വളരെ ഈ കാര്യത്തിൽ അതിന് തയ്യാറാണോ, അല്ലെ അദ്ദേഹം നിശബ്ദനാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലൂസിഫർ മൂന്നാം ഭാഗം ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. പിന്നെ പൃഥ്വിരാജിന് ഇതിനിടയിൽ സംഭവിച്ച ഒരു മാറ്റം, അതും വലിയൊരു ഘടകമാണ്. പൃഥ്വിരാജ് ഇന്ത്യയിലെ നമ്പർ 1 സംവിധായകരുടെ നിരയിലേക്ക് ഉയർന്ന പൃഥ്വിരാജ് പിന്നെ എന്തുകൊണ്ടോ അത്തരം ചില കാര്യങ്ങൾ ചെയ്ത് മുന്നേറാൻ, ചില സിനിമകൾ ചെയ്യാനോ ഒന്നും പൃഥ്വിരാജ് തയ്യാറായില്ല. എന്നാൽ അഭിനയത്തിൽ അദ്ദേഹം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നില, ആ നിലയെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അത് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതും ഒരു പോരായ്മയായിട്ടാണ് പ്രേക്ഷകർക്കിടയിൽ വന്നു ഭവിച്ചത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അദ്ദേഹം തന്നെ ചിന്തിക്കണം, അദ്ദേഹം തന്നെ തീരുമാനിക്കണം. കാരണം പൃഥ്വിരാജ് കരുതുന്നത് ഇത്രയൊക്കെ മതി സിനിമയിൽ, ഇത്രയൊക്കെ ചെയ്താൽ മതി സിനിമയിൽ, അഭിനയത്തിൻ്റെയോ അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെയോ ഇതിൽ ഒരു തലം ഇത്രയും മതി എന്നായിരിക്കും അദ്ദേഹം കരുതുന്നത്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള അറിവും പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. അപ്പോൾ അതുമൊക്കെ ഒരു ഘടകമാണ് ഈ സിനിമ ഒരു ശൂന്യതയിലേക്ക് പോകുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലൂസിഫർ മൂന്നാം ഭാഗം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.